ആം ഹോൾ ലെങ്ത് 7.5 തന്നെ മാർക്ക് ചെയ്യാം. ഈ ചെസ്റ്റ് റൗണ്ട് എനിക്ക് വരുന്നത് 9.5 ആണ് കേട്ടോ. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യാം. ഇനി ആം ഹോൾ ഷേപ്പ് കൊടുക്കാം. ഇനി വരുന്നത് വേസ്റ്റ് ലെങ്ത്. എനിക്ക് വരുന്നത് ഒരു 14 ആണ് കേട്ടോ. അതിൽ നമുക്ക് വേസ്റ്റ് റൗണ്ട് 8.5 ആണ് എനിക്ക് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ സീം അലവൻസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. കോളർ നെക്കുകൾക്കെല്ലാം ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യണേ. നെക്കിൻ്റെ വിട്ട് വരുന്നത് 3 ഇഞ്ചസ് ആണ്. ഇത് ബാക്ക് ഭാഗമാണ്. ബാക്കിൻ്റെ നെക്ക് ഇറക്കം 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവിടെ നിന്നും ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കാം. ഇത് കോളർ നെക്ക് ആയതുകൊണ്ടാണ് ബാക്ക് വെച്ചിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. കുർത്തിയുടെ അടിവശത്ത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. 2 സൈഡും തുന്നിക്കിടക്കാതിരിക്കാനാണ് അവിടുന്ന് ഷേപ്പ് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് പാർട്ടിന് വേണ്ടി തുണിയെ 2ആയി ഫോൾഡ് ചെയ്യുക. ഫോൾഡ് വരുന്ന ഭാഗത്ത് ഓരോ ഇഞ്ച് താഴെ വരെ മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ട് വെട്ടിയില്ലേ, അതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കണം. എന്നിട്ട് സെയിം മാർക്കിങ്സ് എല്ലാം മാർക്ക് ചെയ്യാം. ഷോൾഡറും ആം ഹോളും ഷേപ്പും എല്ലാം സെയിം മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ വിട്ടും 3 ഇഞ്ചസ് തന്നെ മാർക്ക് ചെയ്യാം. അതുപോലെ ആം ഹോൾ 7.5. ഫ്രണ്ട് ആം ഹോളിന് അതിൻ്റെ സെൻറ്റർ പാർട്ട് എടുത്തിട്ട് അതിൽ നിന്നും ഒരു 3/4 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് കോളർ നെക്ക് വരുമ്പോൾ അത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 3/4 ഇഞ്ചോളം നമ്മൾ ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുന്നത്. ഇനി അവിടുന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗത്തെ നിവർത്തി വയ്ക്കാം. നിവർത്തി വെച്ചതിന് ശേഷം ഈ ലൈൻസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. മുകളിൽ വരുന്ന ഭാഗത്ത് ഒരു 0.5 മാർക്ക് ചെയ്യും. അവിടെ നിന്നും താഴേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഐപ്പിൻ വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. കോളർ ഡിസൈൻ ചെയ്യാനായി ഞാൻ വേറൊരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീളം നമുക്ക് 9 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. വിഡ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഇതൊരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിത് എടുത്തിട്ടില്ല. അതിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിനെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നെക്ക് പോർഷനെല്ലാം അതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആം റൗണ്ട് മെഷർ ചെയ്യാം. എനിക്കിവിടെ വരുന്നത് 8.5 ആണ്. ക്ലോത്തിലേക്ക് നമ്മൾ 8.5 ആദ്യം മാർക്ക് ചെയ്യാം. ഇത് 4ആയിട്ട് മടക്കിയിട്ട മെറ്റീരിയലാണ്. 8.5ൻ്റെ കൂടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ 8.5 മാർക്ക് ചെയ്യുന്നതിന് 3.5 താഴേക്ക് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് മുകളിലേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. മുകളിൽ ഒരു 1 ഇഞ്ച് സ്ട്രൈറ്റായി മാർക്ക് ചെയ്ത് അതിനുശേഷം ഷേപ്പ് മാർക്ക് ചെയ്യാം. ലെങ്ത് എത്രയാണോ നമുക്ക് ആവശ്യം അത്രയും മാർക്ക് ചെയ്യാം.
നമ്മുടെ ആം റൗണ്ടും മാർക്ക് ചെയ്യാം. എനിക്ക് വരുന്ന സ്ലീവ് റൗണ്ട് 6 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം മുകളിലേക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഉള്ളിലേക്ക് ചെറുതായി ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. സ്ലീവിന് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വയ്ക്കുവാനായിട്ട് കോളറിനെടുത്ത സെയിം മെറ്റീരിയൽ ഒരു 3.5 ഇഞ്ച് വീതിയിൽ വെട്ടിയെടുക്കാം. ഇത് നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഭാഗത്തു നിന്നും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡിലും മാർക്ക് ചെയ്യണം. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് വേണം ഫസ്റ്റ് ഇവിടം വരെ തയ്ച്ചെടുക്കണം. മുകളിലോട്ട് തയ്ക്കരുത്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മാത്രം നെക്ക് ഷേപ്പ് തയ്ച്ചെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ചെറിയ വെട്ടിട്ട് കൊടുക്കുക. ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് അയൺ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷന് മുകളിലായി വെച്ച് രണ്ട് ഷോൾഡറും ഫസ്റ്റ് ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കോളറിൻ്റെ മെഷർമെൻറ്റിനായി നമ്മൾ എവിടെയാണോ തയ്ച്ച് നിർത്തിയത് അവിടെ നിന്നും മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. കോളറിൻ്റെ മെഷർമെൻറ്റ് എനിക്ക് കിട്ടുന്നത് 8 ഇഞ്ചാണ്. ഈ 8 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ കോളറിൻ്റെ പീസിൽ ആഡ് ചെയ്യണം. തയ്യൽ തുമ്പ് പോകും. അതുകൊണ്ടാണ് കോളറിനായിട്ട് തുണിയെ രണ്ടാക്കി ഫോൾഡ് ചെയ്യാം. മൂന്നര ഇഞ്ച് നീളത്തിൽ മെറ്റീരിയൽ മാർക്ക് ചെയ്യാം. ഇനി അതിന് 8.5 ഇഞ്ച് വീതി കിട്ടുമെന്ന് നോക്കണം. നമ്മുടെ മെഷർമെൻറ്റ് 8 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്താണ്. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ മുകളിലും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണേ. എന്നിട്ട് ഈ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. മെറ്റീരിയൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുകൾ വശത്ത് മാത്രം നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. മുകളിൽ മാത്രം. ഇതിൻ്റെ ഒരു പീസിൽ ഉള്ളിലേക്കാക്കി ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മെറ്റീരിയലിലേക്ക് അറ്റാച്ച് ചെയ്യാം. കോളറിൻ്റെ ഒരു ഭാഗം നല്ല വശത്താണ് അടിക്കേണ്ടത്. അവിടെ നിന്ന് തിരിച്ച് മടക്കി അടിച്ച ഭാഗം അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ നെക്ക് എന്തിനാണ് ഇങ്ങനെ തയ്ച്ചതെന്ന് നോക്കാം. ഈ ഭാഗത്തെ ആ എഡ്ജിലേക്ക് ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുള്ള ഔട്ട്പുട്ട് കാണാം കേട്ടോ.